നമസ്കാരം. നമുക്ക് ഇന്ന് രണ്ട് ജാതകങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. ഒരു ജാതകം എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്ന് നിങ്ങൾക്ക് ഒരു മനസ്സിലേക്കൊരു ചിത്രം തെളിഞ്ഞു വരും. കുംഭലഗ്നം, ലഗ്നത്തിൽ ചന്ദ്രൻ 2012 ജനിച്ച ഒരു കുട്ടിയുടേതാണ്. ലഗ്നത്തിൽ ചന്ദ്രൻ, 4 ഗുരു, 9 ബുധൻ, ശുക്രൻ, മന്ദൻ. തുലാത്തിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിലും 9 ശുക്രൻ 8 മാറിക്കഴിഞ്ഞു. രവി തുലാത്തിലാണെങ്കിലും വൃശ്ചികത്തിലാണെങ്കിലും രവി 9 മാറിക്കഴിഞ്ഞു. കുജൻ 11 മീനത്തിലല്ല ധനുവിൽ. അപ്പോൾ നമ്മളൊരു ജാതകം നോക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് ലഗ്നത്തിന് ബലം ഉണ്ടോ എന്നുള്ളതാണ്. ലഗ്നത്തിൽ ചന്ദ്രൻ നിൽപ്പുണ്ട്. ലഗ്നരാശിയിൽ 1-ാം ഭാവം ചന്ദ്രന് അത്ര പന്തിയല്ല. എന്നാലും ലഗ്നാധിപൻ എവിടെ എന്ന് നമുക്ക് അന്വേഷിച്ച് പോകേണ്ടിയിരിക്കുന്നു. ലഗ്നാധിപൻ ശനിയാണ്. ശനി 9-ാം ഭാവത്തുണ്ട്, ഉച്ചരാശിയിലുണ്ട്. ആ രാശി ശനിക്ക് പ്രിയപ്പെട്ടതാണ്. ലഗ്നാധിപൻ ദുസ്ഥാനത്തല്ല എന്നർത്ഥം. ലഗ്നത്തിന് ബലമുണ്ട്. ഇപ്പോൾ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് നോക്കേണ്ടത് വിദ്യാഭ്യാസമാണല്ലോ. 2ലേക്ക് നമുക്ക് നോക്കാം. 2-ൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. 2-ാം ഭാവപതി എവിടെ? 2-ാം ഭാവപതി കേന്ദ്രസ്ഥാനമായ 4-ൽ നിൽക്കുന്നു. 2-ാം ഭാവപതി മാത്രമല്ല, കുംഭം ലഗ്നക്കാർക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് 2-ഉം 11-ഉം ഭാവപതി അത്യധികം ശുഭനായ ഗുരു ഇവിടെ നല്ല സ്ഥാനത്ത് നിൽക്കുക. മാത്രമല്ല കുജന്റെ ദൃഷ്ടി 3-ഉം 10-ഉം ഭാവാധിപൻ, പ്രത്യേകിച്ച് തൊഴിലിനെ സൂചിപ്പിക്കുന്ന 10-ാം ഭാവപതി കുജനെ നിൽക്കുന്ന രാശിയിൽ നിന്ന് 4-ലോട്ടുള്ള ദൃഷ്ടി ലഗ്നാൽ 2-ലാണ്. 10-ാം ഭാവപതി തന്നെ 2-നെ നോക്കുമ്പോൾ, അതും ലാഭസ്ഥാനമായ 11-ൽ 11-ാം ഭാവവും ഈ രാശിയും കുജന് ഇഷ്ടരാശിയാണ്. ഭാവവും നല്ലത്, ആ രാശിയും ഗുരുവിൻ്റെ ആ രാശിയും കുജന് പന്തികേടല്ല. അവിടെ നിന്നുകൊണ്ട് കുജൻ്റെ 2-ലേക്കുള്ള ലഗ്നാൽ 2-ലേക്കുള്ള ദൃഷ്ടി അഭ്യസിക്കുന്ന വിദ്യക്കനുസരിച്ച് തൊഴിൽ കിട്ടണം എന്നുള്ളതാണ്. എന്ത് വിദ്യ ആയിരിക്കും നല്ലത്? 10-ാം ഭാവപതി 2-ലേക്ക് ഓപ്പറേഷൻ ഉപകരണങ്ങളുടെയും മറ്റും കാരകത്വമുള്ള കുജന് 2-ലേക്കുള്ള ദൃഷ്ടി അതാണ് സൂചിപ്പിക്കുന്നത്. 2-ഉം 11-ഉം ഭാവപതി ഗുരു കേന്ദ്രസ്ഥാനമായ 4-ൽ നിന്നുകൊണ്ട് 10-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അത് നല്ലതാണ്. വൃശ്ചികത്തിൽ നിൽക്കുന്ന രവി വിഷവൈദ്യനാകും എന്നൊരു സൂചന കൊടുക്കുന്നു. അതായത് മെഡിക്കൽ രംഗം 9-ലോട്ട് മാറിക്കഴിഞ്ഞു. വൃശ്ചികൻ രാശിയിലാണ്. ഇതെല്ലാം കൊണ്ടും ഒരു മെഡിക്കൽ രംഗത്തെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ, ഡോക്ടറാവണം എന്നല്ല പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ അതുമായി ബന്ധപ്പെട്ട തൊഴിലുമായി പോവുക തന്നെ ചെയ്യാം. ഇനി 7 കൂടെ നോക്കി നമുക്കിത് അവസാനിപ്പിക്കാം. 7 നോക്കിയപ്പോൾ 7 ആരുമില്ല. 7-ാം ഭാവപതി എവിടെ? 7-ാം ഭാവപതി 9-ലോട്ട് മാറി. രവി 10-ലല്ല, ഭാവാൽ 9-ലോട്ട് മാറുമ്പോൾ ഭാഗ്യസ്ഥാനത്താണ് രവി നിൽക്കുക. 7-ന് മറ്റ് പാപബന്ധങ്ങൾ ഇല്ല. 7-ലേക്ക് ചന്ദ്രൻ്റെ ദൃഷ്ടി. 7 അധികം മെച്ചമാണെന്ന് പറയാനും പറ്റില്ല. ശുഭബന്ധങ്ങൾ കൊണ്ട്, പാപബന്ധങ്ങൾ കൊണ്ട് പങ്കിലം എന്നും പറയാൻ പറ്റും. ബാലൻസ് ചെയ്ത് പോകും.
ഇത്രയുമാണ് എനിക്ക് ഈ ഗ്രഹനിലയെ പറ്റി ചെറിയ രീതിയിൽ സൂചിപ്പിക്കാനുള്ളത്. അടുത്ത് മറ്റൊരു ഗ്രഹനില കൂടെ ചെറുതായിട്ട് നമുക്ക് നോക്കാം. 42 വയസ്സായ ഒരു സ്ത്രീ ജാതകമാണ്. ഭർത്താവും കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ട്. നോക്കാം. മിഥുന ലഗ്നം, 4 കുജനും ശനിയും, 5 ഗുരു, 8 മകരത്തിൽ ബുധനും ശുക്രനും, 9 രവി, 10 ചന്ദ്രൻ. ഇതാണ് കാലാവസ്ഥ. ആദ്യം ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കാം. ലഗ്നാധിപൻ എവിടെ? ലഗ്നാധിപൻ 8 12ഉം 5ഉം ഭാവപതിയുമായി യോഗം ചെയ്ത് നിൽക്കുന്നു. ലഗ്നാധിപനായ ബുധന് 8 ദുസ്ഥാനമാണ്. മകരം രാശിയും അത്ര പന്തിയല്ല. 5ൽ നിന്നുകൊണ്ട് ഗുരുവിൻ്റെ ദൃഷ്ടി ലഗ്നത്തിലേക്ക്, അത് നല്ലതുമാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, 5ൽ നിന്ന് ത്രികോണഭാവമായ 5ൽ നിന്ന് ഗുരുവിന് ലഗ്നത്തിലോട്ട് ദൃഷ്ടി. 2ാം ഭാവപതി 10ൽ, 10നും പാപന്മാരാണെങ്കിൽ പോലും ഗ്രഹബന്ധമുണ്ട്. പ്രത്യക്ഷത്തിൽ 2ലേക്ക് ബുധന്റെയും ശുക്രന്റെയും ദൃഷ്ടി. 7ാം ഭാവപതി ഗുരുവിന് ലഗ്നബന്ധം. 7 ചെറിയൊരു പാപബന്ധമുണ്ട്, കുജന്റെ ദൃഷ്ടി ഉണ്ട് എങ്കിൽ പോലും 7ാം ഭാവപതിക്ക് ലഗ്നബന്ധവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ജാതകം നിരൂപണം ചെയ്തു പോകും. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു സംഗതി, അത് അവർ പറഞ്ഞിട്ടുകൂടെയാണ് എനിക്ക് മനസ്സിലായത്. അവർ ഒരു അസുഖ ബാധിതയാണ്. വയറിൽ, കുടലിൽ ക്യാൻസർ വന്നിരിക്കുകയാണ്. കീമോതെറാപ്പിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അർത്ഥത്തിലാണ് അവരുടെ ഒരു ബന്ധു എന്നെ വിളിച്ച് എന്താണ് പ്രശ്നം എന്ന്, ഇതിനെപ്പറ്റി ഇത് സുഖപ്പെടുമോ അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും കാരണം എന്ന് ചോദിച്ചത്. കാരണം എന്തായിരിക്കും? ജ്യോതിഷപരമായി നമുക്ക് അന്വേഷിച്ച് നോക്കാം. രോഗം സൂചിപ്പിക്കുന്ന ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ 6, 8, 12. ഇതിൽ 8ാം ഭാവമാണ് ശാരീരികമായ രോഗലക്ഷണങ്ങളെ പറ്റിയുള്ള സൂചന തരുന്നത്. 8ാം ഭാവപതി, 8ാം ഭാവം, 8ാം ഭാവത്തിൽ നോക്കുന്ന ഗ്രഹങ്ങൾ. എട്ടിൽ 12ാം ഭാവപതി, 12ാം ഭാവപതി ലഗ്നാധിപനായ ബുധനുമായി ചേർന്ന് നിൽക്കുന്നു. ബുധശുക്ര യോഗം നല്ലതാണ്. ബുധൻ ആ രാശിയും പന്തിയല്ല, ലഗ്നാധിപനുമാണ്. ലഗ്നാധിപന് ബലമില്ല എന്നർത്ഥം. ശനി രോഗകാരകനായ ശനി കേന്ദ്രസ്ഥാനത്തുണ്ട് എങ്കിലും ഒരു പാപബന്ധം ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയാം. ചന്ദ്രന്, രക്തകാരകനായ ചന്ദ്രന് കുജന്റെയും ശനിയുടെയും പീഡയുണ്ട്. ആറാം ഭാവപതിയും 8ാം ഭാവപതിയും തമ്മിൽ യോഗം വന്നിരിക്കുന്നു. 8ാം ഭാവപതി 8ലൂടെ ഇപ്പം 9ലൂടെയാണ് സഞ്ചരിക്കുന്നത്. 8ലൂടെ സഞ്ചരിക്കുന്ന കാലത്തായിരിക്കാം ഈ 8ന്റെ അനുഭവങ്ങൾ അവർക്ക് പ്രദാനം ചെയ്തത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇവിടെ ഇതൊക്കെയാണെങ്കിലും ഒരു സംഗതിയുണ്ട്. 1ഉം 8ഉം തമ്മിലുള്ള ബന്ധം, അതായത് ലഗ്നാധിപൻ ഏത് രാശിയിൽ നിന്നാലും
ആ ഭാവത്തിന് പുഷ്ടിമ പറയണം എന്നാണ് പ്രമാണം പറഞ്ഞു വച്ചിട്ടുള്ളത്. ആ സിദ്ധാന്തമനുസരിച്ച് ആയുസ്സിന് കുഴപ്പം വരികയില്ല, ദീർഘായുസ്സായിരിക്കും എന്നാണ് ജ്യോതിഷം നിയമം പറയുക. ഇപ്പോൾ ചാരവശാൽ 9 അടുത്ത ശനി 10, ഇപ്പം ഈ മെയ് 1 മുതൽ വ്യാഴം വീണ്ടും 12 ചികിത്സ തുടരുക. വീണ്ടും ഇതൊക്കെ കറങ്ങി അനുകൂലമായ കാലഘട്ടങ്ങൾ വരുമ്പോൾ അനുകൂലമായ സമയവും പ്രതികൂലമായ സമയം വരുമ്പോൾ നമ്മളൊരല്പം ബുദ്ധിമുട്ടും, കഷ്ടപ്പെടണം, അത്രമാത്രം. എപ്പോഴും ഒരേ രീതിയിലിരിക്കില്ല. അപ്പോൾ എന്നെ വിളിക്കുകയും ഈ ഗ്രഹനില ആദ്യം ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നീട് യൂട്യൂബിൽ ഇടണ്ടെന്ന് പറഞ്ഞു. വീണ്ടും അവർ വിളിച്ച് പറഞ്ഞു യൂട്യൂബിൽ അതിട്ടുള്ളൂ എന്ന്. അപ്പോൾ എൻ്റെ പ്രിയ പ്രേക്ഷകരോടുകൂടി എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഈ വീഡിയോ കാണുന്നവർ, നമ്മൾ ആത്മാർത്ഥമായി നമ്മളുടെ ദേവനോട് ഒരു പ്രാർത്ഥന അർപ്പിക്കാമെങ്കിൽ, മറ്റൊരാൾക്ക് വേണ്ടി അർപ്പിക്കാമെങ്കിൽ അത് ഫലവത്താകും എന്നാ പറയുന്നത്. ഈ ഗ്രഹനിലക്കാർക്ക് വേണ്ടി മനസ്സുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.